സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ആലപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച്, വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണ പരിപാടികൾ നടന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ഒരു സംതൃപ്തിയാണ് മനസ്സിലുണ്ടാവുക. കാരണം നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. പൈതൃകത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ നമ്മളുടെ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതും നമുക്കറിഞ്ഞുകൂടാ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ആർ ഇഗ്നോറന്റ് അബൌട്ട് അവർ ഹെറിറ്റേജ്. വി ആർ ഇഗ്നോറന്റ് ദാറ്റ് വി ആർ ഇഗ്നോറന്റ്. അറിഞ്ഞുകൂടാ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ പലരും. നമ്മൾ നമ്മുടെ പൈതൃകത്തെ പുച്ഛിച്ചു, അവഹേളിച്ചു, പിന്തിരിപ്പനാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞു, നിഷേധിച്ചു. എവിടെയെല്ലാം അവസരം കിട്ടുമ്പോഴും അതിനെ എത്രത്തോളം ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ സാധിക്കുമോ മറ്റു പലരുടെയും കയ്യടി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും അവഹേളിക്കുന്നത് ഇപ്പോ കുറച്ച് കുറഞ്ഞു. പണ്ടുള്ള ആൾക്കാരെല്ലാം ഇപ്പോ നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു വരാനുള്ള, പഠിക്കാനുള്ള, അറിയാനുള്ള, വിശകലനം ചെയ്യാനുള്ള, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, നമ്മളുടെ കുടുംബത്തില് അതിന്റെ നന്മകൾ പകർത്താനുള്ള ഒരു വലിയ മാനസികാവസ്ഥയിൽ, നന്മ നിറഞ്ഞ മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത്രയുമധികം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ. നമ്മളുടെ പൈതൃകം എന്നും നമ്മൾ പഠിക്കേണ്ടത് അന്ധമായിട്ടല്ല. നമ്മളുടെ പൈതൃകം വെറുതെ കണ്ണുമടച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്യണം. ബുദ്ധിശക്തി ഉപയോഗിച്ച്, അതുപോലെ യുക്തി ഉപയോഗിച്ച്, ശാസ്ത്രം ഉപയോഗിച്ച് വിശകലനം ചെയ്യണം. ഞാൻ ചിലപ്പോൾ കോളേജിലൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ പറയാറുണ്ട്, നിങ്ങളെല്ലാവരും സപ്തസ്വരങ്ങൾ എന്താണെന്ന് കേട്ടിട്ടുണ്ട്. അത് സംസ്കൃതത്തിലെ 7 മന്ത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരങ്ങളാണ്. ഒരു മന്ത്രം തുടങ്ങുന്നത് സ എന്ന അക്ഷരത്തില്, സാമവേദത്തിലെ 2ാമത്തെ മന്ത്രം തുടങ്ങുന്നത് രി എന്ന അക്ഷരത്തില്, 3ാമത്തെ മന്ത്രം തുടങ്ങുന്നത് ഗ എന്ന അക്ഷരത്തില്. അങ്ങനെയാണ് സപ്തസ്വരം ഉണ്ടായത്. നമ്മള് ഇംഗ്ലീഷിലെ സപ്തപദങ്ങൾ, 7 വേർഡ്സ്, 7 വാക്കുകൾ എന്നും നമ്മളും നമ്മളുടെ മക്കളും ചോദിക്കുന്നുണ്ടാവണം. 7 വാക്കുകള്. നേരത്തെ പറഞ്ഞത് 7 സ്വരങ്ങള്. ഏതാ ഈ 7 വാക്കുകള്? വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. ഇംഗ്ലീഷിലെ 7 ചോദ്യങ്ങളാ. വൈ, വാട്ട്, വെയർ, വെൻ, ഹൂ, ഹും, ഹൗ. 6 വാക്കുകൾ ഡബ്ല്യുവിൽ തുടങ്ങുന്നു, 7ാമത്തേത് എച്ചിൽ തുടങ്ങുന്നു. ഈ 7 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്ന വിധത്തിൽ വേണം നമ്മൾ നമ്മുടെ ആചാരങ്ങൾ പഠിക്കാൻ, നമ്മുടെ വിചാരങ്ങൾ പഠിക്കാൻ, നമ്മുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും പഠിക്കാൻ. അങ്ങനെ പഠിക്കുമ്പോൾ അതിനകത്ത് ദുരാചാരങ്ങൾ ഉണ്ടെങ്കിൽ
അത് തിരസ്കരിക്കാൻ ഒരു മടിയും കാണിക്കരുത്. അതിനകത്തുള്ള സദാചാരങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കാനും മടി കാണിക്കരുത്. ലോകത്തിൽ എവിടെ നല്ലതുണ്ടെങ്കിലും അത് നമുക്ക് പ്രയോജനപ്പെടുമെങ്കിൽ സ്വീകരിക്കാൻ മടി കാണിക്കരുത്. ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ അതെടുക്കുക, ഖുറാനിൽ നല്ലതുണ്ടെങ്കിൽ അതും എടുക്കാം, കമ്മ്യൂണിസത്തിൽ നല്ലതുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അതും എടുക്കണം. അമേരിക്കയിലും പാകിസ്ഥാനിലും ചൈനയിലും ഇംഗ്ലീഷ് ഭാഷയിലും അല്ലെങ്കിൽ സംസ്കൃതത്തിലോ ഈജിപ്ഷ്യൻ ഭാഷയിലോ ജർമ്മൻ ഭാഷയിലോ ഏത് ഭാഷയിലാണെങ്കിലും ഏത് രാജ്യത്തിലാണെങ്കിലും ഏത് പുസ്തകത്തിലാണെങ്കിലും ഏത് വ്യക്തിയിൽ നിന്നാണെങ്കിലും ഏത് തരത്തിലുള്ള മതത്തിൽ നിന്നാണെങ്കിലും ഏത് തരത്തിലുള്ള ഇസത്തിൽ നിന്നാണെങ്കിലും മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുന്ന അറിവുകൾ സ്വീകരിക്കാൻ എന്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഒരു തരത്തിലും മടിക്കരുത്. നമ്മൾ എന്നും നമ്മളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നന്മ തരുന്ന സന്ദേശങ്ങൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും എടുത്താൽ എന്താ കുഴപ്പം? നമ്മുടെ വേദമന്ത്രങ്ങൾ പറയുന്നത് തന്നെ ആനോ ഭദ്രാഹ ക്രതവോയന്തു വിശ്വതഃ. ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് മീ ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെല്ലായിടത്ത് നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് വന്നു ചേരട്ടെ. ലോകത്തിലെല്ലായിടത്ത് നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ അവകാശികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് 49 സംസ്കാരങ്ങൾ ഭൂമുഖത്തുണ്ടായിട്ട് 48 മണ്ണടിഞ്ഞു നമ്മുടെ സംസ്കാരം മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചു. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. എല്ലാവരെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും തിന്മയിൽ നിന്ന് നന്മയിലേക്കും കൊണ്ടുപോകണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. എന്നെ മാത്രം കൊണ്ടുപോകണമെന്നല്ല നമ്മൾ പ്രാർത്ഥിച്ചത്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടി, എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി, എല്ലാവർക്കും ദുഃഖമില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു സംസ്കാരത്തിന്റെ മക്കളാണ് നമ്മൾ. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് തരത്തിലുള്ള വിശ്വാസം ഉള്ളവരോ ഇല്ലാത്തവരോ ആണെങ്കിലും ഈ പൈതൃകത്തിന്റെ അവകാശികളാണ് നമ്മൾ. അത് കാരണം എന്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അവര് കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കോൺഗ്രസ്സുകാരും മറ്റൊരു പാർട്ടിക്കാരാവേണ്ട ആവശ്യമൊന്നുമില്ല. നിരീശ്വരവാദി നാളെ മുതൽക്ക് ഈശ്വരവാദി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ വരെ ഞാൻ ഈശ്വരനെ വിശ്വസിച്ചിരുന്നില്ല, ഇന്നു മുതൽക്ക് ഞാൻ ഈശ്വരനെ വിശ്വസിക്കാൻ പോവുകയാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരട്ടെ. കോൺഗ്രസ് അങ്ങനെയും യുക്തിവാദിയും ബുദ്ധിജീവിയും യുക്തിവാദിയുമായി തന്നെ തുടരട്ടെ. ഒരു കാര്യം മാത്രം, അവര് കേൾക്കുന്നതും അവര് പഠിക്കുന്നതും അവരറിയുന്നതും ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്യണമെന്ന് മാത്രം. ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്തത് നല്ലതാണെങ്കിൽ സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സുണ്ടാവണം. നല്ലതല്ല എങ്കിൽ തുറന്ന മനസ്സോടുകൂടി തന്നെ തിരസ്കരിക്കാനും സാധിക്കണം. നല്ലതോ ചീത്തയോ എന്നറിയുന്നത് അവനവൻ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലെ കണ്ണാടി വെച്ചുകൊണ്ടാകരുത്, മറിച്ച് നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിക്കുക.
റാഷണൽ തിങ്കിങ് ഈസ് ഇന്നെവിറ്റബിൾ. യുക്തി ഉപയോഗിക്കാം, ഇന്നത്തെ ശാസ്ത്രം ഉപയോഗിച്ച് വിശകലനം ചെയ്യാം, എന്നിട്ട് സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ എന്ന് നമ്മൾ തീരുമാനിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പൈതൃകം പഠിക്കുന്നത്? നിങ്ങളുടെ മക്കൾ ചോദിച്ചു എന്ന് വിചാരിക്കുക, സൂപ്പർ കമ്പ്യൂട്ടർ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ ചന്ദ്രൻ വരെ എത്തി തിരിച്ചു കൂളായിട്ട് വരുന്ന ഒരു ലോകം. കമ്പ്യൂട്ടറിൽ ലോകത്തിൽ എവിടേക്കും സന്ദേശം അയക്കാൻ 5 സെക്കൻഡ് മതി. ഇനി എന്തിനാ നമ്മൾ ഈ പൈതൃകത്തിലേക്ക് പോകുന്നത്? ഈ ആചാരങ്ങൾ പഠിക്കുന്നത്, ക്ഷേത്ര സങ്കല്പം എന്തിനാ പഠിക്കുന്നത് എന്നൊരാള് ചോദിച്ചാൽ മറുപടി വ്യക്തമായിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ആത്മാഭിമാനം മനുഷ്യർക്കുണ്ടാകുന്നത് പൈതൃകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. പൂർവീക നന്മകള് ഏറ്റുപറയുമ്പോഴാണ് മനസ്സിനകത്ത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള വികാരമുണ്ടാവുന്നത്. മാത്രല്ല, നമ്മളുടെ അറിവ് ലോക ജനതയുടെ മുമ്പിൽ വെക്കാനുള്ള അവസരം നമുക്കുണ്ട് അത് പഠിക്കുകയാണെങ്കിൽ. അപ്പൊ ഒന്ന്, ആത്മാഭിമാനം ഉണ്ടാകാൻ വേണ്ടി പഠിക്കണം. 2, ലോക ജനതയുടെ മുമ്പിൽ അത് വെച്ച് ഇത് എന്റെ രാഷ്ട്രത്തിന്റെ സംഭാവനയാണ് എന്ന് പറയണമെങ്കിൽ അത് നമ്മൾ പഠിച്ചിരിക്കണം. 3, ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ളത് ആധുനിക ശാസ്ത്രത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് സ്വീകരിക്കുന്നത് പോലെ തന്നെ പുരാതന ലോകത്തിലുള്ളതെല്ലാം ഇന്ന് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. അവസാനം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റാ. അതായത് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇന്നത്തെ ജീവിതം സംതൃപ്തവും സന്തോഷകരവുമാക്കാൻ ഏതെല്ലാം അറിവുകൾ നമ്മളുടെ മുമ്പിലുണ്ടോ അതെടുക്കണം, നമ്മുടെ പുറകിലുണ്ടോ അതും എടുക്കണം. ഇന്റഗ്രേഷൻ ഓഫ് ദ ഓൾഡ് നോളജ് ആൻഡ് ദ മോഡേൺ നോളജ്. പഴയ അറിവുകളും പുതിയ അറിവുകളും ഒരുമിച്ച് ചേർക്കണം. ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി. ആത്മീയതയും ശാസ്ത്രവും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്റഗ്രേറ്റ് ചെയ്യണം. അതുപോലെ ഭൗതികവും ആത്മീയവും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് ഇന്ന് ലോകം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാരതത്തിന് വെളിയിൽ പല രാജ്യങ്ങളിലും പോകാൻ ഈശ്വരാനുഗ്രഹം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമ്പോ പോവാറുണ്ട്. എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും കാണാൻ സാധിക്കുന്ന അത്ഭുതകരമായ വസ്തുത, നമ്മുടെ സംസ്കൃതം പഠിക്കാൻ 10,000-കണക്കിന് വിദേശികൾ മുമ്പോട്ട് വരുന്നു. നമ്മുടെ ഭഗവത്ഗീത ലോക യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെന്റ് പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു. ഹാർവാർഡിലും ഡാർട്ട്മൗത്തിലും കെല്ലോക്സിലും എല്ലാം 5146 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു പുസ്തകം 21ാം നൂറ്റാണ്ടിലെ മാനേജ്മെന്റ് പുസ്തകമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പൈതൃകത്തിന്റെ മഹത്വം കൊണ്ടാണ് എന്ന് നാം അറിയണം. നമ്മുടെ സംഗീതം, കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും എത്രത്തോളം ടോപ്പായിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഇന്നലയ്ക്ക് മിനിഞ്ഞാന്ന് നടന്ന ഒരു സംഭവം മാത്രം മതി. അമേരിക്കൻ സെനറ്റ്, അമേരിക്കയുടെ പാർലമെന്റ് മിനിഞ്ഞാന്ന് വൈകുന്നേരം 4 മണിക്ക് ബാലമുരളി കൃഷ്ണയ്ക്ക് വലിയൊരു അവാർഡ് കൊടുത്ത് ദ ടോളസ്റ്റ് എവർ നോൺ ഇന്ത്യൻ എന്ന അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭാരതീയൻ, ഏറ്റവും ഉയർന്ന ഭാരതീയൻ. ടോളസ്റ്റ് എന്ന വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രേറ്റസ്റ്റ് എന്നല്ല. ഉയർന്നു നിൽക്കുന്ന ഒരു തല അത് ബാലമുരളി കൃഷ്ണയുടെയാണ് എന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് വൈകുന്നേരം 48 മണിക്കൂർ പോലും ആയിട്ടില്ല. നമ്മുടെ സംഗീതത്തെ അവരംഗീകരിക്കുന്നു. നമ്മുടെ സംസ്കൃതം, നമ്മുടെ ഭഗവത്ഗീത, നമ്മുടെ ആയുർവേദം, നമ്മുടെ യോഗ, നമ്മുടെ സൂര്യ നമസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ വേദമന്ത്രങ്ങള് പാശ്ചാത്യ ലോകത്തെ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ CD ഇട്ട് കേൾക്കുന്നു.
കഥ വായിച്ചതല്ല. ഈ ഗോപാലകൃഷ്ണൻ എന്ന മനുഷ്യൻ ഒരു 10-40 ദിവസം അമേരിക്കയിൽ ഉണ്ടാവാൻ ഭാഗ്യം കിട്ടി കഴിഞ്ഞ മാസം. അവിടെ എല്ലാം കണ്ടതാ. പണ്ട് ഞാൻ ഇടയ്ക്ക് പോയിരുന്നു. അവിടെ ഒന്നും ഇന്ത്യക്കാരോട് ഒരു ബഹുമാനവും അവർക്ക് അന്നില്ലായിരുന്നു. ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയാതെ തൊഴുന്നു. CNN, IBN ചാനല്, ഹിന്ദുസ്ഥാൻ ടൈംസില് ഒരു മുഖർജി അവിടെ പോയിരുന്നു, അജയ് മുഖർജി. അയാൾ ന്യൂയോർക്കിൽ ചെന്ന് 10 ദിവസം മുമ്പ് അയാളുടെ അനുഭവം വിവരിച്ചിരിക്കുക. ഏത് ഹോട്ടലിൽ ചെന്നാലും, ന്യൂയോർക്കില് എവിടെ ചെന്നാലും, ഏത് മീറ്റിംഗിൽ ചെന്നാലും, ആർ യു ആൻ ഇന്ത്യൻ? നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ? അങ്ങനെയാണെങ്കിൽ യു ആർ ദ ലക്കിയസ്റ്റ്, ബിക്കോസ് ദിസ് ടൈം യു ഗോട്ട് യുവർ ബർത്ത് ഇൻ ഇന്ത്യ. ഈ കാലത്ത് നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അമേരിക്കക്കാര് ലോകത്തിലെ ഒരു രാജ്യത്തെ കുറിച്ച് നല്ലത് പറയാറില്ല. അമേരിക്കയിൽ മാത്രമേ നല്ലതുള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, അവിടെയാ ഞാൻ എൻ്റെ ഡോക്ടറേറ്റിന്റെ കുറെ വർക്കൊക്കെ ചെയ്തത്, അമേരിക്കയിലും കാനഡയിലും. അവർക്ക് ഇന്ത്യക്കാരോട് പുച്ഛായിരുന്നു. ഇന്ത്യക്കാരെ അവർ പാക്കീസ് എന്നാ വിളിച്ചിരുന്നത്. ഇന്ത്യക്കാരെ അവര് ബ്രൗണീസ് എന്നാ വിളിച്ചിരുന്നത്, ബ്രൗൺ തൊലിയുള്ളത് കൊണ്ട്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ഭാരതം ലോകത്തിന്റെ മുമ്പില് വലിയൊരു രാഷ്ട്രമായി തീർന്നിരിക്കുന്നു. എന്തിനാ ഈ അമ്പലത്തിൽ വന്ന് ഞാനിത് പറഞ്ഞത്? അല്പം മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ മക്കള് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സൂപ്പർ കമ്പ്യൂട്ടർ യുഗത്തില്, ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോകുന്ന കാലഘട്ടത്തില് എന്തിനാ നമ്മുടെ നാടിന്റെ പൈതൃകം പഠിക്കുന്നത് എന്ന് മക്കള് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും എന്നുള്ളതിന് 3 മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, ആത്മാഭിമാനം ഉണ്ടാകാൻ നിങ്ങളത് പഠിക്കണം. 2, ലോകത്തിന്റെ മുമ്പില് നമ്മളുടെ അറിവുകൾ നിരത്തി വെച്ച് ഇതെന്റെ പൂർവ്വ പിതാമഹന്മാര് കണ്ടുപിടിച്ചതാണെന്ന് പറയണം. മാത്രല്ല 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മള് ആ അറിവുകൾ, അത് സംഗീതമായാലും ഭഗവത്ഗീതയായാലും വേദമായാലും, അത് ആയുർവേദമായാലും യോഗയാണെങ്കിലും സൂര്യനമസ്കാരമാണെങ്കിലും സംസ്കൃതമാണെങ്കിലും, അത് വേദിക് മാത്തമാറ്റിക്സ് ആണെങ്കിലും ഗണപതി ഹോമാണെങ്കിലും, അത് നമ്മുടെ ആചാരങ്ങളോ വിചാരങ്ങളോ വിശ്വാസങ്ങളോ സങ്കല്പങ്ങളോ കുടുംബ ബന്ധങ്ങളോ സാമ്പാറോ അവിയലോ ഓലനോ എലിശ്ശേരിയോ എന്തുമാകട്ടെ, ഇതെല്ലാം സ്വീകരിക്കാൻ ലോകത്തിലെ 657 കോടി ജനത 2 കയ്യും നീട്ടി നിൽക്കുന്നു എന്ന് ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുമ്പോൾ, അത് ഒരു ശാസ്ത്രജ്ഞൻ പാലിക്കേണ്ട സത്യസന്ധത പാലിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അത്രയും ഉജ്ജ്വലമായിട്ട് മാറിയിരിക്കുന്നു ഭാരതം. ആ ഭാരതത്തെ ഇനി നമ്മൾ നിഷേധിക്കരുത്, പുച്ഛിക്കരുത്, അവഹേളിക്കരുത്, അപകീർത്തിപ്പെടുത്തരുത്. ഇതിനകത്തുള്ളതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറയുന്നതിന് മുമ്പ് അതെന്താണെന്ന് പഠിക്കണം. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് യോജിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്റ്റേജിൽ കയറി നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഒരാളും എതിർക്കാൻ പോണില്ല, ഒരാളും പുച്ഛിക്കാനും പോണില്ല, ഒരാളും നിങ്ങൾക്ക് നേരെ കല്ലെറിയാനും പോണില്ല. കാരണം സനാതന ധർമ്മത്തില് നമ്മുടെ ധർമ്മത്തെ പുച്ഛിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും സ്വാതന്ത്ര്യമുണ്ട്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ ധർമ്മത്തില് അതിനെതിരെയോ അനുകൂലമായിട്ടോ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരാളും അതിനെതിരെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ KR ഗൗരിയമ്മ ഇവിടെ വേദമന്ത്ര പുസ്തകം കത്തിച്ചത്. ആരും ഒന്നും ചെയ്തില്ലല്ലോ. അവർ കത്തിച്ചുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇപ്പൊ ചക്കുളത്തുകാവിലൊക്കെ കാല് കഴുകാനും നാരി പൂജയ്ക്കൊക്കെ പോവാറുണ്ട്. അത് കാരണം എന്തെങ്കിലും കത്തിച്ചോ എന്തെങ്കിലും കടലിൽ കലക്കിയോ കുറേയധികം മൈക്കിളിലൂടെ നെഗറ്റീവ് പറഞ്ഞോ കുറേയധികം വിമർശിച്ചത് കൊണ്ടൊന്നും നശിക്കുന്നതായിരുന്നെങ്കിൽ ഈ സംസ്കാരം 650 വർഷം മുതൽക്ക് 800 വർഷം വരെ വിദേശികളായ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും അടിമത്തത്തിൽ വളർന്ന് തളർന്ന് തകർന്ന് തരിപ്പണമായിട്ടും ചത്തില്ല. പിന്നെ ചില മന്ത്രിമാരും ചില മെമ്പർമാരും ചില സെക്രട്ടറിമാരും ഒക്കെ വിചാരിച്ചാൽ ഇതൊക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കുക? ഒരിക്കലും ഇല്ല. ഇതെന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ സനാതന ധർമ്മം എന്ന് വന്നായത്. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം അച്ഛേദ്യോയം അദാഹ്യോയം
അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യം സർവഗതം സ്ഥാണു അചലോയം സനാതന. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ സംസ്കൃതം കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ വിഷമമില്ല. അച്ഛേദ്യോയം, ആയുധം കൊണ്ട് മുറിക്കാൻ പറ്റാത്തത്. അച്ഛേദ്യോയം അദാഹ്യോയം, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ സാധ്യമല്ലാത്തത്. അക്ലേദ്യോ, വെള്ളത്തിൽ അലിയിപ്പിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത്. അശോഷ്യ, വായുവിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റാത്തത്. അതേതോ എവർ ലാസ്റ്റിംഗ്, നിത്യം. എവ്രി ടൈം ഇറ്റ് എക്സിസ്റ്റഡ്, every time it is existing and it will exist all the time. നിത്യം, സർവഗതം, എല്ലാ സ്ഥലത്തും ഉണ്ട്. സ്ഥാണു, ഇളക്കാൻ പറ്റാത്തത്. അചലോയം, ചലിപ്പിക്കാൻ പറ്റാത്തത്. ഏതോ അതാണ് സനാതനം. ആ സനാതന ധർമ്മമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഇപ്പൊ മാറിയിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെയാണ് ഇവിടെ നാഗർകോവിലിനടുത്തുള്ള പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് നവരാത്രി ആഘോഷത്തിന് ആ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാണ് വാള് എടുത്ത് നമ്മുടെ ദേവസ്വം സെക്രട്ടറിക്ക് കൊടുക്കേണ്ടത്. ആദ്യമായിട്ടാ അത്ഭുതത്തോടുകൂടി തോന്നിയത്. മന്ത്രി സുധാകരൻ തന്നെ എടുത്തു കൊടുത്തത്. ഇതിനേക്കാളും വലിയൊരു മാറ്റം എന്താ വേണ്ടത്? അതായത് നല്ല നേരിയ മുണ്ടെടുത്ത് ഉത്തരീയം വരെ ഇട്ട് ആ വാള് ആദരവോടുകൂടി എടുത്തു കൊടുത്ത മാറ്റമല്ലേ മാറ്റം? ഏത് ഭരണഘടനയിലാണ് എഴുതിയിരിക്കുന്നത് മന്ത്രി സുധാകരൻ പോയിട്ട് അത് എഴുത്തു കൊടുക്കണമെന്ന്? ഒന്നിനും എഴുതിയിട്ടില്ല. ഇന്ന് വരെ അങ്ങനെ ആരും ചെയ്യാറുമില്ല. മന്ത്രി കാർത്തികേയനോ മറ്റോ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പത്മനാഭപുരം കൊട്ടാരം കാണാൻ വേണ്ടി പോയ സമയത്ത്. അല്ലാതെ ചെയ്തിട്ടില്ല. ഇതല്ലേ മാറ്റം? ദിസ് ചേഞ്ച് വിൽ ടേക്ക് പ്ലേസ് എവ്രിവെയർ. ഞാൻ വാക്ക് തരുന്നു, ഉറപ്പാണ്. കാരണം നമ്മുടെ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ യുക്തിവാദികൾക്കോ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പറ്റിയ അബദ്ധം കറക്റ്റ് പറഞ്ഞു കൊടുത്തു നോക്കൂ. അവരുടെ വേവ് ലെങ്തിൽ ഉറപ്പാണ്. സമാരാധ്യനായ അച്യുതാനന്ദൻ വർക്കല ശിവഗിരി ആശ്രമത്തിൽ ചെന്നപ്പോ ശ്രീനാരായണ ഗുരുദേവനെ കർപ്പൂരമൊഴിഞ്ഞ ആ തന്ത്രി, ആ ശാന്തി പുറകോട്ട് തിരിഞ്ഞതും സംപൂജ്യനായ അച്യുതാനന്ദൻ. ആ അച്യുതാനന്ദൻ സാറ് 3 പ്രാവശ്യം അതെടുത്ത് തലയിൽ വെച്ച് ഒഴിഞ്ഞു. അപ്പൊ ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല ലെഫ്റ്റിസ്റ്റാണോ റൈറ്റിസ്റ്റാണോ മിഡിൽ ഈസ്റ്റ് ആണോ എന്ന്. കാരണം അത് തോന്നേണ്ട കാര്യമില്ല, രക്തത്തിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംപൂജ്യനായ EK നായനാര് പറഞ്ഞത്, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ 3-3:30 മണിയാവുമ്പോൾ നിയമസഭയിലെ പുതിയ നിയമസഭാ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗണപതി ഹോമം ഭംഗിയായിട്ട് നടത്തണം. EK നായനാരുടെ നേരിട്ടുള്ള നിർദ്ദേശമായിരുന്നു വാസുദേവൻ നമ്പൂതിരിക്ക്. കാരണം ഞാൻ ഈ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞത് മാറാതിരിക്കില്ല. മനസ്സിനകത്ത് ഈ ചൈതന്യമുണ്ട്. ഇതെല്ലാം ചാരം മൂടിയിരിക്കുന്ന കനല് പോലെ ഇരിക്കാം. സംപൂജ്യനായ EMS എല്ലാ വർഷവും തിരുനെല്ലിയിൽ ചെന്ന് മാതാപിതാക്കളുടെ ശ്രാദ്ധകർമ്മം നടത്താറുണ്ട്. നേരത്തെ നടത്തും, 4 മണിക്ക് മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ്. അത് സാരില്ല, കാണണമെന്നൊന്നും നിർബന്ധമില്ല. അവനവനങ്ങോട്ട് കോൺഫിഡൻഷ്യലായിട്ട് ചെയ്തേച്ചാൽ മതി. ചെയ്യണമെന്നുണ്ടല്ലോ, അതകത്തുള്ളതാ. ആ അകത്ത് ആർക്കാ ഇവിടെ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. അതുണ്ടാകണം. ഞാൻ ഇവിടെയുള്ള എല്ലാ പാർട്ടിക്കാരോടും പറയുന്നു, നിങ്ങളുടെ പാർട്ടിക്കാരെ ഇത് പഠിപ്പിക്കാം. ഗോപാലകൃഷ്ണൻ എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണ്, എവിടെ വേണമെങ്കിലും. എന്റെ ശരീരത്തിന്റെ സെക്യൂരിറ്റി ഒന്നും നോക്കണ്ട. അവിടെ ഇന്ന് ചത്താ നാളെ 2. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഏത് DYFI-യുടെ, ഏത് നക്സലൈറ്റിലും, ഏത് CPM-ലും, ഏത് AKG സെന്ററിലും ഈ നാടിന്റെ പൈതൃകം പഠിപ്പിക്കാനായിട്ട് വരാൻ തയ്യാറാണ്. കാരണം ഈ നാടിന്റെ പൈതൃകമാണ് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത്. അല്ലാത്ത ഏത് പൈതൃകം നോക്കിയാലും 4 ചോദ്യം ചോദിച്ചാൽ അവിടെ വെച്ചത് വീഴും. ഈ ധർമ്മത്തില് അറിയാവുന്ന വ്യക്തിയോട് നിങ്ങൾ ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, അയാൾ മറുപടി നൽകിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ. എത്ര ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്, എത്ര ആചാരങ്ങൾ ഇവിടെയുണ്ട്, എത്ര ഈശ്വര സങ്കല്പങ്ങൾ ഇവിടെയുണ്ട്. ഇതെല്ലാം
സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി ആരാധിക്കാനും ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കാനും ഇഷ്ടമില്ലാത്തതിനെ തിരസ്കരിക്കാനുമെല്ലാം സ്വാതന്ത്ര്യം നൽകിയ ഒരു രാഷ്ട്രമായതുകൊണ്ട് മാത്രമാണ് ഈ നാട്ടില് ഇത്രയും ഈശ്വരന്മാര്, ഇത്രയും ഗ്രന്ഥങ്ങള്, ഇത്രയും ഋഷിവര്യന്മാര്, ഇത്രയ്ക്കും അധികം ആരാധനാക്രമങ്ങള്, ഇത്രയ്ക്കും അധികം ചിന്താധാരകൾ ഇവിടെ ഉണ്ടായത്. കാരണം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒരാളും ഒരാളെയും ചങ്ങലക്കിട്ടിരുന്നില്ല. ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നില്ല. ദൈവം ശപിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല. എത്രയോ യുക്തിവാദികളുണ്ട് ഹിന്ദുക്കളായിട്ട്. അവരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അമ്പലത്തിൽ പോകണമെന്ന്? നിങ്ങൾ ഒരാളോട് ചെന്ന് പറഞ്ഞു നോക്കുക, ഞാൻ നാളെ മുതൽക്ക് അമ്പലത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ അയാൾ എന്ത് പറയും? നന്നായി, തരക്കടില്ല, പൊക്കോളൂ. ഞാൻ നിങ്ങൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അമ്പലത്തിൽ പോവില്ല, പോവണ്ട. നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ട ഒരു കാര്യമില്ല. രണ്ടും ഒരേ രീതിയിൽ പറയും. എന്താ കാരണം? രണ്ടിനും സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രം, ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കുന്ന രാഷ്ട്രം, ഏത് തരത്തിലും നിഷേധിച്ചാലും ഇതിനെ ഇല്ലാതെയാക്കാൻ പറ്റില്ല എന്നുമുണ്ടാകും. ആ സംസ്കാരമാണ് സനാതനധർമ്മം. അതൊരു മതമല്ല, അതൊരു ജീവിത രീതിയാണ്. ആ സനാതനധർമ്മം എന്താ ശരിക്ക് സനാതനധർമ്മം? ഞാനൊരു ചെറിയ വരിയിൽ പറഞ്ഞുതരാം, മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. ഒരമ്മ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ അമ്മ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്, അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുണ്ട്, ചെയ്യേണ്ടതായ പ്രവൃത്തികളുണ്ട്. അത് എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയും, എല്ലാ മാസവും, എല്ലാ വർഷവും പ്രവർത്തിക്കേണ്ട ആചാരം. സൂര്യോദയം മുതൽക്ക് സൂര്യാസ്തമയം വരെ, ഞായറാഴ്ച മുതൽക്ക് അടുത്ത ശനിയാഴ്ച വരെ, ചിങ്ങമാസം 1-ാം തീയതി മുതൽക്ക് കർക്കിടക മാസം 31-ാം തീയതി വരെ ഒരു അമ്മ അനുഷ്ഠിക്കേണ്ടതായ, ചെയ്തു തീർക്കേണ്ടതായ, കർമ്മനിരതരാകേണ്ടതായ കാര്യങ്ങളെ എല്ലാം കൂടി ചേർത്ത് ഒരു പുസ്തകത്തിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ പുസ്തകത്തിന്റെ പേരാണ് മാതൃധർമ്മം. സിംപിളാണ്. അമ്മ അനുഷ്ഠിക്കേണ്ട, അമ്മ എന്ന നിലയില് അനുഷ്ഠിക്കേണ്ടതായ എല്ലാ കർമ്മങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതിയാൽ അത് മാതൃധർമ്മം. അച്ഛൻ അതേപോലെ, പള്ളിയിലച്ഛനല്ല, അമ്മയുടെ ഭർത്താവ്, അച്ഛൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതിയാൽ അതിന്റെ പേര് പിതൃധർമ്മം. മകൻ മകനായി ഇരുന്നു കൊണ്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിയാൽ പുത്രധർമ്മം. ഭാര്യ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതിയാൽ പത്നീധർമ്മം. അപ്പൊ മാതൃധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, പുത്രീധർമ്മം, പത്നീധർമ്മം, ഭർത്തൃധർമ്മം, ആചാര്യധർമ്മം. അതുപോലെ തന്നെയുണ്ട് പൗരധർമ്മം, രാജധർമ്മം, അമാത്യധർമ്മം. അമാത്യൻ മന്ത്രി, അമാത്യധർമ്മം. ഓരോ വ്യക്തിയും അവരുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങളെ അവരവരുടെ ധർമ്മം എന്ന് പറയുന്നു. ആ ധർമ്മം ഒരുമിച്ച് ചേർത്തൊരു പുസ്തകം എഴുതിയെന്ന് വിചാരിക്കുക, വലിയൊരു പുസ്തകം. അതിൽ 1-ാമത്തെ ചാപ്റ്റർ മാതൃധർമ്മം, 2-ാമത്തേത് പിതൃധർമ്മം, 3-ാമത്തെ ചാപ്റ്റർ പുത്രധർമ്മം, 4-ാമത്തേത് പുത്രീധർമ്മം, 5-ാമത്തേത് പത്നീധർമ്മം, 6-ാമത്തേത് ഭർത്തൃധർമ്മം, 7-ാമത്തേത് ആചാര്യധർമ്മം, പുരോഹിത ധർമ്മം. ഇങ്ങനെ ചാപ്റ്റർ കണക്കിന് എഴുതി. ആ വലിയ പുസ്തകത്തിന് എന്താ പേര് പറയാ? സനാതന ധർമ്മം. എന്താ ഇതിന്റെ അർത്ഥം? എല്ലാവരുടെയും ധർമ്മം ഒരുമിച്ച് ചേർത്താൽ അതിനെ പറയുന്ന പേരാണ് സനാതന ധർമ്മം. വളരെ സിമ്പിളാ. ഓരോരുത്തർക്കുമുള്ള ധർമ്മം, അവനവന്റെ ആചാരം, അവനവൻ അനുഷ്ഠിക്കേണ്ടത്, അത് ഒരുമിച്ച് ചേർത്താൽ സനാതന ധർമ്മമായി. ആ സനാതന ധർമ്മം ഹിന്ദു മതമല്ല. മതം എന്ന വാക്കിന്റെ അർത്ഥം ഒപ്പീനിയൻ, റിലീജിയൻ, അഭിപ്രായം എന്നാണ് മതത്തിന്റെ അർത്ഥം.
ക്രിസ്തു മതം, യേശു ക്രിസ്തു എന്താണോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ക്രിസ്തു മതം. ആരാധ്യനായ പ്രോഫറ്റ് പ്രവാചകൻ മുഹമ്മദ് നബി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഖുറാനിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവര് ഇസ്ലാമുകള് അതിന് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം മതം എന്ന് പറയും. മുഹമ്മദൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ബുദ്ധമതം, ജിനൻ പറഞ്ഞിരിക്കുന്നത് ജൈനമതം, ഗുരുനാനാക്ക് പറഞ്ഞിരിക്കുന്നത് സിഖ് മതം. ഒപ്പീനിയൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. ഹിന്ദു എന്ന ഒരാള് പറഞ്ഞതല്ല ഹിന്ദു മതം. ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങളായി അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. വീണ്ടും പറയുന്നു അതേ വരി. ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങളായി മാനവരാശിക്ക് വേണ്ടി നൽകിയ ഉപദേശങ്ങൾ നിരന്തരം അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ, പുതിയത് വന്നപ്പോൾ അവർ ചേർത്തു ഇതിലേക്ക്. പഴയത് സമകാലീന പ്രസക്തമല്ല എന്ന് തോന്നിയത് കളഞ്ഞു, തെറ്റുകളുള്ളത് തിരുത്തി, കുറവുകളുള്ളത് പരിഹരിച്ചു. ഇതിനാ പറയാ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. ഇങ്ങനെ 4 തരത്തിലുള്ള സംസ്കരണത്തിന് വിധേയമാക്കി ഈ സനാതനധർമ്മം ഭൂമിയിൽ നിലനിർത്താനായി സാധിച്ചു അവർക്ക്. ചിലപ്പോ ഞാൻ തമാശന് പറയാറുണ്ട്, ഈ ധർമ്മം മാനവരാശിയുടെ ധർമ്മമാണ്. ഇല്ലെങ്കിൽ അമേരിക്കക്കാരും യൂറോപ്യന്മാരും കാനഡക്കാരും ഇതൊന്നും സ്വീകരിക്കുകയില്ല. ഈ അടുത്ത കാലത്ത് കാനഡയിൽ പോയപ്പോ കണ്ടത് മിസ്റ്റിക് ഇന്ത്യ എന്ന പേരില് ഒരു സിനിമ. ഇവിടെ ഇന്ത്യയിൽ നമ്മളാരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. മിസ്റ്റിക് ഇന്ത്യ. ആ സിനിമ 28 മിനിറ്റേ ഉള്ളൂ. 28 മിനിറ്റ്. സ്വാമിനാരായണൻ എന്നൊരു സന്യാസി ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച ഭാരതം മുഴുവനും പര്യടനം നടത്തി തിരിച്ചു ഗുജറാത്തിലേക്ക് വരുന്ന ഒരു വിവരണമാണ് അതിലുള്ളത്. അത് ഈ കാനഡയിലുള്ള ജനസംഖ്യയില് 60% പേര് ആ സിനിമ കണ്ടിട്ടുണ്ട്. 3 കോടി ജനതയുള്ള കാനഡയില് 1.7 കോടി ജനങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇന്ത്യക്കാരല്ല, കാനഡക്കാര് കണ്ടിട്ടുണ്ട്. എന്താ കാരണം? ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അഭിവാഞ്ച പൊട്ടി ഒഴുകുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം ഇന്നും ജീവിച്ചിരിക്കുന്നു. അൾട്രാ മോഡേൺ യുഗത്തില് നിങ്ങളൊന്ന് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ എവിടെയെങ്കിലും പോവാ, ഒരൊറ്റ പള്ളി തുറക്കാറില്ല അവിടെ. കാരണം പള്ളി പോവാൻ ആരും ഇല്ല, ഒറ്റയാള് പോവാനില്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? വയസ്സായി 80-85 വയസ്സായ 2-3 പേര് അവിടെ ഉണ്ടാവും. ഇപ്പൊ പള്ളിയിലേക്ക് ആൾക്കാരെ വരുത്താൻ വേണ്ടി അമേരിക്കക്കാരെന്താ ചെയ്യുന്നത്? പള്ളിയിൽ നിന്ന് അമ്പലത്തിലേക്ക് ബസ് ഓടിക്കാം, പള്ളിയിൽ നിന്ന് അമ്പലത്തിലേക്ക് ബസ് ഓടിക്കാം, എന്നിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിപ്പിച്ച് പിന്നെ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ അത്ഭുതം തോന്നുന്ന മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരം തകർന്നിട്ടില്ല, തകരുന്നില്ല, തളരുന്നില്ല. 2000 വർഷം മാത്രമുള്ള ഒരു സംസ്കാരം എടുക്കാൻ ആളില്ലാതെ പോകുന്നു. ഈ നാട്ടിൽ ഉൾപ്പെടെ മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, മലയാറ്റൂർ പള്ളിയിലേക്കൊക്കെ ഇപ്പൊ ഇരുമുടി കെട്ടും കെട്ടിയിട്ട് രുദ്രാക്ഷമൊക്കെ ഇട്ടോണ്ടാ പോകുന്നത്. അതുമാതിരി പള്ളിയിലൊക്കെ നല്ല ധ്വജസ്തംഭം കാണാൻ സാധിക്കും. ഒരു പള്ളിയിൽ പോയപ്പോഴത്തേക്കും അവിടെ കേട്ടത് മുഴുവനും ഓം ക്രൈസ്തവേ നമഃ, മേരീപുത്രായ നമഃ, യെരുശലേം വാസിനേ നമഃ. എന്താ നമ്മുടെ മന്ത്രമാണെന്ന് അറിയാതെ വിചാരിച്ചു. ഈ മാറ്റം വരാതിരിക്കാൻ സാധ്യമല്ല. അത്രയ്ക്കും മാറ്റം വരുന്നു എല്ലാ സ്ഥലത്തും. എനിക്ക് തോന്നുന്നു 2010 ഡിസംബർ 31 ആവുമ്പോ നമ്മളിപ്പോ അമ്പലമാണ് അടുത്തെങ്കിൽ അമ്പലത്തിൽ പോവാ, പള്ളിയാണ് അടുത്തെങ്കിൽ പള്ളിയിൽ പോവാ എന്നുള്ളൊരു അവസ്ഥ എത്തുന്ന എനിക്ക് തോന്നണേ. കാരണം അത്രയും മാറ്റം ക്രിസ്ത്യാനികളിലേക്ക് വന്നുകൊണ്ടിരിക്കുക.
ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് പറയുകയുണ്ടായി, ആയിരക്കണക്കിന് വ്യക്തികൾ ക്രിസ്ത്യൻസും മുസ്ലിംസും അമ്പലത്തിൽ വഴിപാടിന് തരുന്നുണ്ടെന്ന്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എല്ലാ ക്രിസ്ത്യാനികളെയും അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കണം, എല്ലാ മുസ്ലിങ്ങളെയും അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കണം. കാരണം ഭാരതത്തില് 2 വിഭാഗം ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ഹിന്ദുക്കള്, 2 ഹിന്ദുക്കളായിരുന്നവര്. വേറെ ആരുമില്ല അവിടെ. ഹിന്ദുക്കളായിരുന്നവരും, ദോസ് ഹു ആർ ഹിന്ദുസ്, ദോസ് ഹു വേർ ഹിന്ദുസ്. 2 തരത്തിലുള്ള ആൾക്കാരേ ഉള്ളൂ. ഈ ധർമ്മം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ. ഇതൊരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല ലോകത്തിൽ ഇന്ന് അമ്പലത്തിലെ പൂജാരിമാർക്ക് ഡിഗ്രി കൊടുക്കുന്ന ഒറ്റ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അത് അമേരിക്കയിലെ ഹവായിലുള്ളതാ. ഹവായ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ വേദം തന്ത്രം പഠിച്ച് ഡിഗ്രി കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ. അതൊക്കെ വെള്ളക്കാരാ. ഒറ്റ ആള് ഇന്ത്യക്കാരൻ അവിടെ ഇല്ലതാനും. അപ്പൊ എത്രയും വലിയൊരു സനാതന ധർമ്മം എല്ലാം ആചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആചാരങ്ങള് നമ്മൾ എന്തിനാ അനുഷ്ഠിക്കുന്നത്? ഓർമ്മിക്കാൻ സാധിക്കെങ്കിൽ ഓർമ്മിക്കാം. മനസ്സിന്റെ നന്മയ്ക്ക്, ശരീരത്തിന്റെ നന്മയ്ക്ക്, കുടുംബ ഭദ്രതയ്ക്ക്, സാമൂഹിക ബന്ധത്തിന്, രാഷ്ട്രത്തിന്റെ ഐക്യത്തിന്, 5 കാര്യത്തിനാണ് നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കാം. ഏത് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്താലും ഭാരതീയ ആചാരങ്ങളില് ആത്മീയതയുണ്ട്. അത് ശ്രദ്ധയുണ്ടാക്കാനാണ്. ശ്രദ്ധയുണ്ടാക്കാൻ ആത്മീയതയും, അതുപോലെ ജീവിതം നന്മ വരുത്താൻ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, സൈക്കോളജിക്കൽ ബെനിഫിറ്റ്, ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്, റിലേഷൻ based on the family, bondage strengthening benefit, social bondage strengthening benefit, national integration based benefit. We can see the 5 parameters in every bit of Indian acharas. അതാണ് ഭാരതത്തിന്റെ ആചാരത്തിന്റെ പ്രത്യേകത. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ അല്ല ആചാരങ്ങള്. ആചാരാത് ലഭതേഹ്യായു, ആചാരാത് ധനമക്ഷയം, ആചാരാത് ലഭതേ സുപ്രജ, ആചാരോ അഹന്ത്യലക്ഷണം. ആയുരാരോഗ്യ സൗഖ്യം, സമ്പൽ സമൃദ്ധി, സാമൂഹിക ബന്ധം, നന്മ നിറഞ്ഞ വ്യക്തിത്വം. ഈ 4 കാര്യത്തിനാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. ആചാരാത് ലഭതേഹി ആയു. ആയു എന്ന് വെച്ചാൽ ആയുസ് വർദ്ധിക്കും. ആരോഗ്യം വർദ്ധിച്ചാലേ ആയുസ് വർദ്ധിക്കുള്ളൂ. ആചാരാത് ധനമക്ഷയം, ക്ഷയിക്കാത്ത ധനധാന്യ സമൃദ്ധി ആചാരത്തിലൂടെ ഉണ്ടാവും. ആചാരാത് ലഭതേ സുപ്രജ, നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ ആചാരത്തിലൂടെ സാധിക്കും. ആചാരോ അഹന്ത്യലക്ഷണം, നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ് ആചാരങ്ങള്. ആ ആചാരങ്ങള് എങ്ങനെയാ പഠിക്കുക? സനാതന ധർമ്മത്തിന്റെ ആചാരങ്ങൾ പഠിക്കേണ്ടത് ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. ഞാൻ പതുക്കെ പറഞ്ഞാൽ ഈ സംസ്കൃതം നിങ്ങൾക്ക് മനസ്സിലാവും. ആചാര്യാത് പാദം ആദത്തെ, ഭവാൻ സർവേ ആചാര്യാത് അധ്യാപകാത് പാദം ജ്ഞാനം ആദത്തെ. 1/4 of the knowledge we should take from the teacher. പാദം ശിഷ്യ സ്വമേധയാ ആദത്തെ. ഭവാൻ സർവേപി പാദം ജ്ഞാനം സ്വയമേവ സ്വീകരണം കരോതും നിർദ്ദേശം ദദാതി. അങ്ങനെ നിർദ്ദേശം തന്നിരിക്കുക. തന്നെത്താനെ ഉണ്ടാക്കണം കാൽഭാഗം അറിവ്. പാദം ശിഷ്യസ്വം പാദം സ ബ്രഹ്മചാരിഭ്യ സർവേ ജനാഹ വാർത്താലാപം കരോതും തദനന്തരം തേ ജ്ഞാനം സ്വീകരോതും ശക്യമിതി ച വദതി. മറ്റുള്ളവരുമായി ചർച്ച ചെയ്തിട്ട് കാൽഭാഗം അറിവ് സ്വീകരിക്കണം. അപ്പൊ എങ്ങനെയാ? ആചാര്യനിൽ നിന്ന് കാൽഭാഗം, അവനവൻ തന്നെത്താനെ കാൽഭാഗം, മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് കാൽഭാഗം, ശേഷം കാലക്രമേണ ച. അവസാനത്തെ കാൽഭാഗം കാലക്രമത്തിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളും. ആ അവസാനത്തെ കാൽഭാഗം എങ്ങനെയാ ലഭിക്കുക? അഡീഷൻ പുറമേ ഉള്ളത് എടുക്കുക, ഡെലീഷൻ ഇപ്പൊ ആവശ്യമില്ലാത്തത് കളയുക, മോഡിഫിക്കേഷൻ പണ്ട് പഠിച്ചതില് തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുക, പിന്നെ കറക്ഷൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ്ലി തിരുത്താം. ഇങ്ങനെയാണ് ആചാരം. ഏത് ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചതല്ലേ ഇത്? ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കാം, വെറുതെ ഞാൻ പറയാം, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വിഗ്രഹ ആരാധകരല്ലാന്ന്.
അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ വിഗ്രഹാരാധകരല്ല. നിങ്ങൾ അൽത്താരയുടെ മുമ്പിലുള്ള യേശുദേവൻ വിഗ്രഹല്ലേ, കുരിശ് വിഗ്രഹല്ലേ? സെയിന്റ് സെബാസ്റ്റ്യന്റെ രൂപം വെച്ചിട്ട് കഴുത്തിൽ പ്ലാസ്റ്റിക് മാല ഇട്ടിട്ട് മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നത് വിഗ്രഹല്ലേ? അവിടെ കാബയില്, സൗദി അറേബ്യയിൽ കാബയ്ക്കകത്തുള്ളത് 30 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ശിവലിംഗല്ലേ? അതിനല്ലേ സിൽവർ കൊണ്ട് പൂജിച്ച് കെട്ടിയിരിക്കുന്നത്? അതിനല്ലേ നിങ്ങൾ 7 പ്രദക്ഷിണം വെച്ചിരിക്കുന്നത്? അവിടെയല്ലേ നിങ്ങൾ ചുംബിക്കുന്നത്? അതിനെയല്ലേ മുഹമ്മദ് നബി പൂജിച്ചത്? അതിനെയല്ലേ ഖലീഫ പൂജിച്ചത്? അതിലേക്കല്ലേ സംസം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്? അത് വിഗ്രഹല്ലേ? അപ്പൊ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. ഇത് ചോദിക്കാൻ നമുക്ക് പറ്റണില്ല. അവരൊരു ചോദ്യം ചോദിച്ചാൽ ഒന്നുകിൽ നമ്മൾ കേറി ചൂടായിട്ട് വല്ലതും പറയും, വളരെ ചിരിച്ചുകൊണ്ട് ഉത്തരം പറയണം. എല്ലാ ക്രിസ്ത്യാനികളും ചിരിച്ചുകൊണ്ടല്ലേ കാര്യങ്ങൾ നടത്തുക. ഇന്നലെ ബിഷപ്പ് അച്യുതാനന്ദനെ കാണാൻ പോയതും ചിരിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. എല്ലാ പള്ളിയിലേക്കും എം എ ബേബി പോകുന്ന ചിരിച്ചുകൊണ്ടല്ലേ? എം എ ബേബിയുടെ അടുത്തേക്ക് പള്ളിയിലച്ചന്മാരും വരുന്നത് ചിരിച്ചുകൊണ്ടല്ലേ? അവര് ഒരു തരത്തിൽ മിണ്ടില്ലല്ലോ, പുറത്തിറങ്ങാതെ അവരുടെ കാര്യം നടത്തും. അതാണ് കപ്പാസിറ്റി. നമ്മൾ വെറുതെ കിടന്ന് ഒച്ചയെടുക്കും, ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കാം. കുറെ കാര്യം ക്രിസ്ത്യാനികളെ കണ്ടു പഠിക്കണം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ആ അമ്പലത്തിൽ പള്ളിയിൽ പോയ ഒറ്റ പുസ്തകമേ ഉള്ളൂ. അതിനകത്ത് വല്ല തെറ്റുണ്ടെങ്കിൽ ഒരക്ഷരം പോലും മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ആ പുസ്തകത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് പഠിച്ചോളാം. ആ ബൈബിളിലെ അഡീഷനും സാധ്യമല്ല, ഡിലീഷനും സാധ്യമല്ല, മോഡിഫിക്കേഷനും സാധ്യമല്ല, കറക്ഷനും സാധ്യമല്ല. ഖുറാനിലെങ്ങാനും അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും ഖുറാനിൽ വരുത്തിയാൽ അവിടെ വെച്ച് അയാളുടെ കാര്യം കൃഷ്ണാരാമ ഗോവിന്ദ. പിന്നെ അയാൾ എഴുന്നേക്കേയില്ല, ജീവിക്കേയില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മോഡിഫിക്കേഷൻ വരുത്താം. അപ്പോ എങ്ങനെയാ മോഡിഫിക്കേഷൻ? വാൽമീകി രാമായണം എഴുതിയ മാതിരി അല്ല തമിഴ്നാട്ടിലെ കമ്പർ രാമായണം എഴുതിയത്. കമ്പ രാമായണം എഴുതിയ മാതിരിയല്ല തുളസീദാസൻ രാമായണം എഴുതിയത്. തുളസീദാസൻ രാമായണം എഴുതിയ മാതിരിയല്ല എഴുത്തച്ഛൻ രാമായണം എഴുതിയത്. എഴുത്തച്ഛൻ രാമായണം എഴുതിയ മാതിരിയല്ല ലീലാവതി മാഡം രാമായണം എഴുതാൻ പോകുന്നത്. ലീലാവതി മാഡം രാമായണം എഴുതിയ മാതിരിയല്ല ബി വേണുഗോപാൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആള് രാമായണം എഴുതിയത്. ഒക്കെ വ്യത്യാസമുണ്ട്. ആരെങ്കിലും കൊന്നോ വല്ലതും ചെയ്തോ? ഒരേ രാമായണം എത്ര പേരാ എഴുതിയിരിക്കുന്നത്? 1850 രാമായണം ഇന്ന് ഇന്ത്യയിലുണ്ട്. നിങ്ങൾക്കൊരു രാമായണം എഴുതണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളാം. ഒരാളും ഒന്നും പറയാൻ പോണില്ല, ഇഷ്ടമുള്ള മാതിരി നിങ്ങൾ ചെയ്തോളാം. ഒരാളും നിങ്ങളെ കത്തിക്കില്ല, ഒരാളും കയറുകൊണ്ട് കെട്ടി തീയിലിടുകയില്ല. ദൈവം നിങ്ങളെ വന്നിട്ട് ശകാരിക്കുകയില്ല. ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. അത്ര നേരമെങ്കിലും നിങ്ങൾ എന്നെ ആലോചിച്ചല്ലോ എന്ന്. ആലോചിച്ച് നോക്കാം. ഇവിടെയാണ് ആചാര്യനിൽ നിന്ന് കാൽഭാഗം ശിഷ്യൻ തന്നെത്താനെ ചിന്തിച്ചും ആലോചിച്ചും മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് കാൽഭാഗം, ബാക്കി കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് നന്മകൾ കാണുന്നതെടുക്കുക, കയ്യിലുള്ളത് ഇപ്പൊ യോജിച്ചതല്ലെങ്കിൽ കളയുക, കുറവുണ്ടെങ്കിൽ പരിഹരിക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഇതാണ് ആചാരം. നമ്മൾ ആചാരം എന്തിനാ? മന്ത്രം ജപിക്കാറുണ്ട്. എന്തിനാ മന്ത്രം ജപിക്കുന്നേ? തരംഗ ദൈർഘ്യത്തിൽ മന്ത്രം കേൾക്കുമ്പോൾ തലച്ചോറിനകത്ത് 24 തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാകുന്നു. അതിനാ മന്ത്രം ജപിക്കുന്നത്. നമ്മൾ മന്ത്രം കേൾക്കുമ്പോ തന്നെ പല മന്ത്രിമാരും പണ്ട് പറഞ്ഞിരുന്നു, വരേണ്യ വർഗത്തിന്റെ സവർണ മൂരാച്ചി ഫാസിസ്റ്റ് പിന്തിരിപ്പൻ മരട് കുണ്ടന്നൂര് തലയോലപ്പറമ്പ് കോട്ടയം ചങ്ങനാശ്ശേരി എന്തൊക്കെയാ പറഞ്ഞിരുന്നത്. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യത്തിൽ പോയ കാർ ഓടിക്കുന്നവനുണ്ടോ? കാർ കാസറ്റ് എന്ന് പറഞ്ഞിടുന്നത് ഇവിടുത്തെ മൃത്യുഞ്ജയ മന്ത്രവും അതുപോലെ ഗായത്രി മന്ത്രവും നമ്മുടെ വേദമന്ത്രങ്ങളാ. അതിൽ കാറിലിട്ടിട്ട് ഓടിക്കുള്ളൂ. 140 കിലോമീറ്ററിൽ വണ്ടി പോകുമ്പോ ശ്രദ്ധ മറ്റൊന്നിലേക്ക് പോകാതിരിക്കാൻ ഡോക്ടർമാരാ ഉപദേശിക്കുന്നത് വേദമന്ത്രങ്ങൾ കാസറ്റിലിട്ട് വണ്ടി ഓടിക്കാൻ, വേദമന്ത്രങ്ങള് കാറിലെ പ്ലെയറിലിട്ട് ഓടിക്കാൻ. അവർ ഡോക്ടർമാരാണ്. അല്ലാണ്ട് ഇവിടെയുള്ള പിന്തിരിപ്പൻ മൂരാച്ചി ഫാസിസ്റ്റ് നേരത്തെ പറഞ്ഞില്ലേ, അതൊന്നുമല്ല അവർ ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആ മന്ത്രത്തിനൊരർത്ഥമുണ്ട്. അപ്പൊ മന്ത്രം ബ്രാഹ്മണര് മാത്രമേ പഠിക്കാവൂ എന്ന് പറഞ്ഞു. തെറ്റാണ്. ഇടക്കാലത്ത് ആരോ ഉണ്ടാക്കിയതാ. ഈ വേദമന്ത്രം എഴുതിയത് ബ്രാഹ്മണനല്ല, ഒക്കെ ക്ഷത്രിയ വംശത്തിൽ എഴുതിയുള്ളവരാണ്. അത് വേർതിരിച്ചതാരാ? വ്യാസൻ ആരാണ്? ധീവരസഭയുടെ പ്രസിഡന്റാ. മുക്കുവംശത്തിലെ വ്യാസൻ ജനിച്ചത് ആലോചിച്ച് നോക്കാം. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല, യാദവൻ. ഇപ്പോഴത്തെ യാദവൻ എന്ന് പറഞ്ഞാൽ ഒബിസിയ. ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ല, ക്ഷത്രിയനായിരുന്നു. ചിന്മയാനന്ദൻ ബ്രാഹ്മണനായിരുന്നില്ല. വള്ളിക്കാവിലെ അമ്മ ബ്രാഹ്മണനല്ല. സത്യസായിബാബ ബ്രാഹ്മണനല്ല. അരവിന്ദ മഹർഷി ബ്രാഹ്മണനല്ല. വിവേകാനന്ദൻ ബ്രാഹ്മണനല്ല. നമ്മൾ ആരോ പറയുന്നത് കേട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി ഇതൊക്കെ ബ്രാഹ്മണർക്കേ പഠിക്കാം.
അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പഠിക്കുമായിരുന്നോ? ഇവർക്കിത് ചെയ്യുമായിരുന്നോ? ഒരാള് സ്റ്റേജിൽ കയറി പറഞ്ഞാൽ പിന്നെ നമ്മൾ അതും വെച്ചുകൊണ്ട് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ഇറക്കാം. ഇത്ര മോശമാണ്. ആലോചിച്ച് നോക്ക. അത് ഇടക്കാലത്ത് ഉണ്ടായതാണ്. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഭാരതത്തിൽ മൊത്തം ആര്യന്മാര് വന്നു. മണ്ണാങ്കട്ട എവിടെന്ന ആര്യന്മാര് വന്നത്? ചിലര് പറയുന്നു താഷ്കണ്ടിൽ നിന്ന്, ചിലര് പറയുന്നു ആർട്ടിക്കിൽ നിന്ന്, ചിലര് പറയുന്നു പാകിസ്ഥാനിൽ നിന്ന്, ചിലര് പറയുന്നു സ്വിറ്റ്സർലൻഡിലെ തടാകത്തിൽ നിന്ന്, ചിലര് പറയുന്നു ജർമ്മനിയിൽ നിന്ന്. ഈ തട്ടിപ്പുണ്ടാക്കിയ മാക്സ് മുള്ളർ തന്നെ പറയുന്നു എനിക്ക് അബദ്ധം പറ്റിയതാ. എന്നിട്ടും മിനിഞ്ഞാന്ന് നമ്മുടെ കൈരളി ടിവിയില് 2-3 ചരിത്രകാരന്മാര് പറയുന്നു ബ്രാഹ്മണരായ ആര്യന്മാര് പുറത്ത് നഗത്തേക്ക് വന്നപ്പോൾ ചിലപ്പോ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, വല്ലതും പഠിച്ചിട്ടാണോ പറയുന്നത്? എത്രയോ പേരെ പാമ്പ് കടിക്കുന്നു, എത്രയോ പേർക്ക് ഇടിവെട്ടേൽക്കുന്നു. ഇതൊന്ന് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിലപ്പോ അറിയാതെ പോകും. പഠിച്ചിട്ടാണെങ്കിൽ പറഞ്ഞോളൂ, യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ പറഞ്ഞോളൂ. എങ്ങനെ ആര്യന്മാര് വന്നത്? ആടിനെ മേയ്ക്കുന്ന ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ ഋഗ്വേദം എഴുതി, യജുർവേദം എഴുതി, സാമവേദം എഴുതി, അഥർവവേദം എഴുതി. ആട്ടിടയന്മാർക്ക് വേദം എഴുതാൻ പറ്റുമോ? ആ ലെവലിലേക്ക് അവർക്ക് ഉയരാൻ പറ്റുമോ? എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇവിടെയുള്ളവരെ മൊത്തം കൊന്നു. എന്തിനാ കൊന്നത്? 4 മണിക്ക് എന്റെ ബസ്സുണ്ട്, ഞാൻ പോവാ, തന്റെ അടുത്ത് സംസാരിക്കാനൊന്നും എനിക്ക് നേരമില്ല. വെറുതെ കൊന്നു, വെറുതെ കൊന്നു. എന്തിനാ വെറുതെ കൊന്നേ? അവരുടെ കൂട്ടത്തിൽ ജീവിച്ചാൽ പോരായിരുന്നോ? അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പൊ ഈ ആര്യൻ എന്ന വാക്ക് എങ്ങനെയാ ഉണ്ടായത്? ഇവിടെ ഉണ്ടല്ലോ ആര്യവേപ്പ്, ആര്യവൈദ്യ ഫാർമസി. ബാലിയുടെ ഭാര്യ താര ബാലിയെ വിളിച്ചിരുന്നത് ആര്യപുത്ര എന്നാ. മണ്ഡോദരി രാവണനെ വിളിച്ചിരുന്നത് ആര്യപുത്ര എന്നാ. സീത ശ്രീരാമനെ വിളിച്ചിരുന്നത് ആര്യപുത്ര എന്നാ. അപ്പൊ ആരാ ആര്യപുത്രൻ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ആര്യന്മാര് വന്നു. ഞാൻ അത് തന്നെ അടിച്ചു വിടുക. ഒന്ന് ആലോചിച്ചു നോക്കാം, അവനവനൊന്ന് ചിന്തിച്ചു നോക്കാം. ചിലർ പറയാറുണ്ട് സ്ത്രീകൾക്ക് ഭാരതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾ ഡിസ്റ്റോർട്ടഡ്. അറിയോ നിങ്ങൾക്ക്? ഒരു കാലഘട്ടത്തിൽ 1650 ജർമ്മനിയില് പുരുഷന്മാര് മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നു. ജർമ്മനിയില് എന്താ കാരണം? സ്ത്രീകള് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ചിരിച്ചാൽ അവർക്ക് പ്രേതബാധ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ചുട്ടുകൊല്ലുക. സ്ത്രീകളെ മൊത്തം ചുട്ടു കൊല്ലാനായിട്ട് പോപ്പ് ഡിക്ലെയർ ചെയ്തു, കുരിശിന്റെ നേതാവ്. അവിടെ ആണുങ്ങൾ മാത്രമായി. ഇവിടെ അത് ഉണ്ടായിട്ടില്ല. രാവണനെ ഉപദേശിച്ചത് മണ്ഡോദരി ഭാര്യയാണ്. ശ്രീരാമനെ ഉപദേശിച്ചത് സീതയാണ്. ധൃതരാഷ്ട്രനെ ഉപദേശിച്ചത് ഗാന്ധാരിയാണ്. ഈ രാമായണം ഉണ്ടായത് സീതയും കൈകേയിയും അതുപോലെ മന്ദര 3 സ്ത്രീകൾ കാരണമാണ്. മഹാഭാരതം ഉണ്ടായത് കുന്തിയും ഗാന്ധാരിയും പാഞ്ചാലിയും കാരണമാണ്. ഇല്ലെങ്കിൽ മഹാഭാരതം ഇല്ല, രാമായണം ഇല്ല. എന്നാലോചിച്ച് ഒരു മുസ്ലിം അവിടെ ഉണ്ടല്ലോ, റോഡ് മൊത്തം ഇറച്ചി കെട്ടി തൂക്കിയിട്ടുണ്ട് ഇന്ന് റംസാൻ പ്രമാണിച്ച. ഒരു മുസ്ലിമിനോട് ചോദിക്കാം അള്ളാഹുവിന്റെ ഭാര്യ ആരാണെന്ന്. അവൻ ആ ഇറച്ചി വെട്ടുന്ന കത്തി നിങ്ങളുടെ നേരെ കാണിക്കും. കാരണം അള്ളാഹുവിന് ഭാര്യയില്ല, യഹോവയ്ക്കും ഭാര്യയില്ല. എന്നിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ മഹാവിഷ്ണുവിന്റെ ഭാര്യ ആരാണ്? നിങ്ങൾക്കറിയാം. ബ്രഹ്മാവിന്റെ ഭാര്യ ആരാണ്? പരമേശ്വരന്റെ ഭാര്യ ആരാണ്? നിങ്ങൾക്കറിയാം. ബ്രഹ്മചൈതന്യം പുരുഷനാണ്, തത്തുല്യമായ സ്ത്രീയുണ്ട് മഹാമായ. ബ്രഹ്മചൈതന്യം മഹാമായ, പ്രപഞ്ച പുരുഷ ചൈതന്യം, പ്രകൃതി ദേവി ചൈതന്യം. ഭാരതത്തിൽ നന്മകളെല്ലാം സ്ത്രീകളുടെ പേരില. ആലോചിച്ച് നോക്കാം. ലക്ഷ്മി ഐശ്വര്യം, വിദ്യ സ്ത്രീയാണ്, സരസ്വതി. ശക്തി ശക്തി രൂപിണിയാണ്. ആലോചിച്ച് നോക്കാം. ക്ഷമ ക്ഷമയാ ദരിത്രി, ഭൂമിയെ പോലെ ക്ഷമ സ്ത്രീയാണ്. ഭൂമി ദേവി എന്ന് നമ്മൾ പറയാം. അത്ര ഭംഗിയായിട്ട് സ്ത്രീ സങ്കല്പത്തിന് ഭാരതത്തില് കൊടുത്തു. ആരോ പറഞ്ഞു ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. അത് കാരണം KR ഗൗരിയമ്മ കത്തിച്ചു പുസ്തകം. അങ്ങനെ കത്തിച്ചാലൊക്കെ പോണതായത്. അപ്പൊ നമുക്ക് എന്താ പറ്റും? നമ്മൾ ആരൊക്കെയോ പറയുന്നത് കേട്ട നമ്മുടെ ആചാരങ്ങൾ, മന്ത്രത്തിന്റെ പ്രത്യേകത നോക്കാം. രാവിലെ എഴുന്നേറ്റ് 5:30 മണിക്ക് കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. കരാഗ്രേ വസതേ ലക്ഷ്മി ചെയ്യണമെന്നൊന്നുമില്ല, സഖാക്കളെ മുന്നോട്ട് ചൊല്ലിയാലും മതി. പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ആ കിടക്കയിലുള്ള ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആവുമ്പോ ഹാർട്ടിന് പ്രഷർ ജർക്ക് ഉണ്ടാവാതിരിക്കാനാണ് 5:30 മണിക്ക് എഴുന്നേൽക്കുമ്പോ അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കുമ്പോ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കിടക്കയിൽ 30 സെക്കൻഡ് ഇരിക്കണമെന്ന് പറഞ്ഞു. നമ്മള് ഒരു 30 സെക്കൻഡ് ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇത്ര വ്യത്യാസമുള്ളൂ.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1997 പറഞ്ഞു, നമ്മളൊരു 3000 വർഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. എത്ര ഭംഗിയായിട്ട് നമ്മളത് ചെയ്തു. അതേപോലെ തന്നെ ചെവിയിൽ തുളസി വെക്കാം. ആ തുളസിയുടെ ഔഷധ ഗുണമല്ലേ ഈ ത്വക്കിലൂടെ അകത്തേക്ക് പോവാ. ഈ ത്വക്കിന്റെ അത്രയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ള മറ്റൊരു ത്വക്കില്ല നമ്മുടെ ശരീരത്തില്. നെറ്റിയിൽ കുങ്കുമം തൊടുന്നു, മൈൽഡ് ഡോസ് അൾട്രാ വയലറ്റ് രശ്മികൾ അകത്തേക്ക് കയറാൻ. നെറ്റിയിൽ ചന്ദനം തൊടുന്നു, 108ാമത്തെ മർമ്മം, ചന്ദനത്തിന്റെ ഔഷധ ഗുണം അകത്തേക്ക് പോകാൻ. സൂര്യ നമസ്കാരം ചെയ്യുന്നു, സൂര്യൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമെന്നാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും ധാരണ എങ്കിൽ ഉറപ്പാ. നമ്മുടെ നാട്ടുകാരത് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് സൂര്യൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ കലവൂര് ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാൽ നിങ്ങളുടെ കലവൂരും ഇല്ല, പിന്നെ ആലപ്പുഴയില്ല, ഈ കേരളം ഇല്ല, ഇന്ത്യ ഇല്ല, കൃഷ്ണ രാമ ഗോവിന്ദ. അത് പറഞ്ഞിട്ടില്ല. 186 മൂവബിൾ ജോയിന്റ് ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാക്കുന്ന 7 യോഗാസനങ്ങൾ ചേർന്നതാണ് ഒരു സൂര്യ നമസ്കാരം. അതുകൊണ്ട് സൂര്യ നമസ്കാരത്തെ മോഡേൺ സയൻസ് കിങ് ഓഫ് ദി എക്സർസൈസസ്, വ്യായാമങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്തു. അതിനൊരു സയൻസ് ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സാധ്യമല്ല, ഞാൻ നിരീശ്വരവാദിയാണ്, പ്രാർത്ഥിക്കണ്ട, ചുമ്മാ ഇരുന്നാൽ മതി. ചുമ്മാ ഇരിക്കുമ്പോൾ അടുത്തുള്ളവർ നോക്കുമ്പോൾ ഇവൻ എന്താ ചോറ് കാണാത്ത മാതിരി ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് രാജമാണിക്യം സിനിമയിലെ മമ്മൂട്ടി സംസാരിക്കുന്ന മാതിരി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പൊ ആ നോക്കിയിരിക്കുന്ന സമയത്താ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കണത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിറാകാം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാറേ, എനിക്ക് ഒറ്റ കാര്യം അറിയുള്ളൂ, ഷാറൂഖ് ഖാൻ പാടിയ പാട്ട് ജയ്യ 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 ജയ്യ, അത് മതി, കുഴപ്പമൊന്നുമില്ല. ആ ചോറ് നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരു 30 സെക്കൻഡ് ഇരിക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകും. ആ സലൈവ അകത്തേക്ക് പോകുമ്പോഴാണ് ഡൈജഷൻ പെർഫെക്റ്റ് ആകുന്നത്. ഇത് ബയോകെമിസ്ട്രിയാ. എന്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. അത് കാരണം നിങ്ങളോട് പറയാൻ എനിക്ക് നല്ല അവകാശമുണ്ട്. ഞാൻ അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തതും, കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ വർക്ക് ചെയ്തതും, ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ വർക്ക് ചെയ്തതും ഇതേ സബ്ജക്റ്റിലാണ്. ലോകം 3-4 രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതേ ബയോകെമിസ്ട്രിയാ ചെയ്തത്. അപ്പോ ആ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകുന്നു. ആചാരം വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. എന്താ കാരണം? ഹീമോഗ്ലോബിൻ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് പാരലായിട്ട് കിടന്നാൽ ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ ഹീമോഗ്ലോബിൻ തലച്ചോറിനകത്ത് ബ്ലോക്കഡ് ആവും. തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല. അത് ഒഴിവാക്കാനാണ് കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാട്ട് തലവെച്ച് കിടക്കാൻ പറഞ്ഞത്. അതിനകത്തൊരു സയൻസ് ഉണ്ട്, പ്യൂവർ സയൻസ് ഉണ്ട്. രാവിലെ 3-4 ഗ്ലാസ് വെള്ളം കുടിക്കണം. ജലപാന വ്രതം. ഈ 6.25 ലിറ്റർ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ വെള്ളം കുടിക്കുക അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ഇത് മാറ്റി പറഞ്ഞേക്കരുത്. ഈ 6.25 ലിറ്റർ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ ഗോപാലകൃഷ്ണൻ സാറ് വെള്ളം അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളം അടിക്കാനല്ല പറഞ്ഞത്, പച്ചവെള്ളത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. H2O, മറ്റേത് E2OH ആണ്. അപ്പൊ അതുകൊണ്ട് ആ രക്തം ക്ലീൻ ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അയാൾ തരുന്ന ഗുളിക എല്ലാം ഈ രക്തത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുക. അദ്ദേഹം തരുന്ന ഗുളിക. ആ രക്തത്തിലെ ഇമ്പ്യൂരിറ്റി എങ്ങനെ കളയും നിങ്ങൾ? ഹെങ്കോ ക്ലീനർ ഉപയോഗിച്ച് കഴുകാൻ സാധ്യമല്ല. പച്ച ഏരിയൽ ഉപയോഗിച്ച് ബ്ലഡ് കഴുകാൻ സാധ്യമല്ല. എന്തുപയോഗിച്ച് കഴുകും? ഒറ്റ വഴിയേ ഉള്ളൂ, വെള്ളം കുടിക്കുക. അത് കിഡ്നി വഴിക്ക് ഫിൽട്ടർ ചെയ്ത് രക്തം ക്ലീൻ ആവും. നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടാവില്ല. വാക്ക് തരുന്നു, നിങ്ങളുടെ അസുഖം മാറും. 8-10 വർഷമായി ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട്. ഞങ്ങൾ എല്ലാവരും വീട്ടിൽ 3-4 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് രാവിലെ. ഒറ്റ ശ്വാസത്തിന് കുടിക്കണം എന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. വൈകുന്നേരം വരെ ഒരു 8 ഗ്ലാസ് കുടിക്കുക. നമ്മൾ പലരെയും വെള്ളം കുടിപ്പിക്കാറുണ്ട്, നമ്മൾ കുടിക്കാറില്ല. നമുക്ക് വെള്ളം കുടിച്ചു നോക്കാം. അപ്പൊ ശരിക്ക് ആ ജലപാന വ്രതം മതി രോഗമില്ലാതെയാക്കാൻ. ചീനച്ചട്ടിയില് ആഴ്ചയിൽ ഒരിക്കലും മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്നു നമ്മള്, ഇരുമ്പ് ചീനച്ചട്ടിയില്. അന്ന് കേരളത്തിലെ ഒരു വ്യക്തിക്കും അനീമിയ ഉണ്ടായിരുന്നില്ല. അനീമിയ ഇന്ന് കേരളത്തിൽ 40% സ്ത്രീകൾക്ക് അനീമിയ ഉണ്ട്. ഫൈറ്റാനിക് ആസിഡ് രോഗം എന്നാ അതിന് പറയാ. അവർക്ക് തന്നെ അറിഞ്ഞൂടാ, ഡോക്ടർക്ക് പറഞ്ഞൂടാ ഇങ്ങനൊരു രോഗം ഉണ്ടെന്ന്. പുതിയൊരു രോഗമാണ്. അവർക്ക് പുറം വേദന, തലവേദന, കണ്ണുവേദന, നെഞ്ചുവേദന, എല്ലാ വേദനയും. പിന്നെ ചിക്കൻ ഒരെണ്ണമുണ്ട്, ചിക്കൻ ഗുനിയ, അത് വേറെ, അതല്ലാത്തത്. അപ്പോ ഇതിന് ഒരു വഴിയേ ഉള്ളൂ. ഈ ഉരുക്ക് ചീനച്ചട്ടിയിൽ ഞാൻ ശനിയാഴ്ച ഒരു ദിവസം മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കുക. മെഴുക്കുരട്ടി കറുത്തിരിക്കും, സാരില്ല.
അതിൽ ഇരുമ്പുള്ളത് കൊണ്ടാണ് കറുത്തിരിക്കുന്നത്. അത് കഴിച്ചാൽ മതി. 2 മില്ലിഗ്രാം ഇരുമ്പ് ഒരു ദിവസമാണ്. നമ്മുടെ ആചാരത്തിന്റെ സയൻസ് പറയാനാണ് ഞാൻ വ്യത്യസ്തം പറഞ്ഞത്. ഒന്ന് മന്ത്രം പറഞ്ഞു, വടക്കോട്ട് തലവെച്ച് കിടക്കരുത് പറഞ്ഞു, അതേപോലെ ചന്ദനം തൊടുന്ന പറഞ്ഞു, കുങ്കുമം തൊടുന്ന പറഞ്ഞു, രാവിലെ വെള്ളം കുടിക്കുന്നത് പറഞ്ഞു, ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നത്, ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി താഴത്തേക്ക് പോകാൻ, പ്രാർത്ഥിക്കണം, വേദമന്ത്രം ചൊല്ലുമ്പോണ്ടാവുന്ന വ്യത്യാസം, എല്ലാം മനസ്സും ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ. എത്രയെത്ര ആചാരങ്ങൾ ഈ നാട്ടിലുണ്ട്, എത്രയെത്ര ഉജ്ജ്വലമായ. അങ്ങനെ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരം നോക്കുക. നമ്മുടെ ചെറിയ കുട്ടിക്ക് നമ്മൾ നാമകരണം ചെയ്യുന്നു, പേരിടുക. ഇങ്ങനെ പേരിടുന്നത്, അമ്മയുടെ മടിയിൽ കുട്ടിയിരുന്ന് അച്ഛൻ പൂജയൊക്കെ നടത്തി ചെവിയിൽ വന്ന് പറയും, കുട്ടിയുടെ ചെവിയിൽ, നിന്റെ പേര് കെ കരുണാകരൻ എന്നാണ്. കാരണം ആ കുട്ടിക്ക് അച്ഛൻ കൊടുത്ത പേരാ, അച്ഛനും അമ്മയും കൊടുത്ത ശരീരം, അവര് കൊടുത്ത പേര്. ആ പേരിലാണ് ആ വ്യക്തി മുഴുവൻ അറിയപ്പെടുന്നത്. ഇപ്പുറത്തൊരു കരുണാകരൻ, അപ്പുറത്തൊരു കരുണാനിധി, രണ്ടുപേർക്കും അച്ഛൻ കൊടുത്ത പേരാ. ഏതായാലും ആ കുട്ടിക്ക് ചോറ് കൊടുക്കാം. അമ്മയുടെ മടിയിലിരുത്തി ആദ്യം അച്ഛൻ ചോറ് കൊടുക്കും. ചിലപ്പോൾ ചില ആചാരപ്രകാരം അമ്മ ചോറ് കൊടുക്കും. അമ്മയാണോ ആദ്യം കൊടുക്കേണ്ട, അച്ഛനാണോ ആദ്യം കൊടുക്കേണ്ട? ആര് കൊടുത്താലും വിരോധമില്ല. അല്ല, എന്നാലും ഇല്ല, ഇഷ്ടമുള്ള മാതിരി കൊടുക്കാം. എന്തിനാ ഈ ചോറ് കൊടുക്കുന്നത്? വെറുതെ തിന്നാൻ കൊടുത്താൽ പോരെ? അല്ല, ആദ്യം അമ്മ ചോറ് കൊടുക്കും, പിന്നെ അച്ഛൻ ചോറ് കൊടുക്കും, പിന്നെ ബന്ധുക്കൾ കൊടുക്കുമ്പോൾ കയ്യിൽ ചെളിയുണ്ടോന്ന് നോക്കും. ചെളിയുണ്ടോന്ന് നോക്കിയിട്ട് ഇല്ലാന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യും? പുറകിലൊന്ന് തുടയ്ക്കും, എന്നിട്ട് ചോറ് കൊടുക്കും. അപ്പൊ കയ്യിലുള്ള ചെളിയെല്ലാം കുട്ടിയുടെ വായിലേക്ക് പോടും. ആദ്യത്തെ ഇനോക്കുലേഷനാ. ആദ്യം ചെളി അകത്തേക്ക് നമ്മൾ കീറ്റുകയാണ് അറിഞ്ഞുകൊണ്ട്. ആ കുട്ടിയുടെ ശരീരത്തിന് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ എന്തൊരു സയൻസ് അതിനകത്തുള്ളത്. ചെവി കുത്തല് ആദ്യത്തെ വാക്സിനേഷനാ. വെള്ളക്ക എന്നല്ല ഇവിടെ പറയാ, മച്ചിങ്ങ അറിഞ്ഞുകൊടുക്കുക. അടുത്ത ആളോട് ചോദിക്കാം, ചെറിയ തേങ്ങ ഉണ്ടാവാൻ പോണ സാധനം മനസ്സിലായല്ലോ അല്ലേ? അതിന്റെ ഒരു പീസ് എടുത്തിട്ട് പുറകിൽ വെക്കാം. അതിൽ പോളിഫിനോൾ ഉണ്ട്, അത് കാരണം പഴുക്കില്ല ചെവി. അത് പുറകിൽ വെച്ചിട്ട് പതുക്കെ കുത്താം, എന്നിട്ട് കമ്മലിട്ടതിന് ശേഷം ഒന്ന് തുടയ്ക്കാം. അപ്പൊ ആ മുറിവിലൂടെ രോഗാണുക്കൾ അകത്ത് കയറണം. അതാണ് ആദ്യത്തെ വാക്സിനേഷൻ. എത്ര ഭംഗിയായിട്ട് നമ്മൾ ആചാരങ്ങൾ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാം. കുടുംബത്തിലെയാണത്. നമ്മൾ പുംസവൻ, നമ്മൾ സാധാരണ എല്ലാവരും മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാ. മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ചോദിച്ചാൽ ഈ കുട്ടി എങ്ങനെയാണ്ടായത്? ദൈവം തന്നു, ഞാൻ സ്വീകരിച്ചു. മലപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ 14 കുട്ടികളൊക്കെ ഉള്ള മൂസാക്ക ഉണ്ട്. അപ്പൊ മൂസാക്കയോട് ചോദിക്കുക, എന്താ ഇങ്ങനെ പന്നി പ്രസവിക്കുന്ന മാതിരിയൊക്കെ പ്രസവിച്ചാൽ കുഴപ്പമല്ലേ? അല്ലാഹു തരുന്നു, നമ്മൾ സ്വീകരിക്കുന്നു, നമുക്കത്ര മാത്രമേ ഉള്ളൂ ജോലി എന്ന് പറയും.